Today is our week 14 Zoom session. 14th live session and also 99th day of TEP. Okay, so almost 100 days. So what do you feel about this 100 days? നിങ്ങളുടെ ഏതൊക്കെ ഏരിയാസിലാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റിയെന്നൊന്ന് പറയോ? സ്പീക്കിംഗ് ആണോ, ഫ്ലുവൻസി ആണോ, വൊക്കാബുലറി ആണോ, ഗ്രാമർ ആണോ? Yeah, feeling better, confidence level ആണോ? How could you improve? അല്ലെങ്കിൽ what are the improvements you feel in yourself after this 99 days? Vocabulary and grammar. Okay, I would be happy if you could reply me in sentences. എനിക്ക് sentences reply തരാൻ പറ്റുമെങ്കിൽ I have improved in vocabulary and grammar. അങ്ങനെ ഒരു സെന്റൻസിൽ റിപ്ലൈ തരാണെന്നുണ്ടെങ്കിൽ I will be happy. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചാറ്റ് ബോക്സിൽ എനിക്കെല്ലാം നിങ്ങൾ ഇങ്ങനെ പറയും എനിക്ക് മനസ്സിലാവും, ബട്ട് സെന്റൻസുകളിൽ തന്നെ റിപ്ലൈ തരികയാണെന്നുണ്ടെങ്കിൽ ആ സെന്റൻസ് ഫോർമേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്കത് കറക്റ്റ് ചെയ്ത് പോവാം. സോ ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കും, ചെറിയ സെന്റൻസ് ഫോർമേഷനിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ, ജസ്റ്റ് 3 റിപ്ലൈസ് എനിക്ക് എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്തു എന്നുള്ളത് കിട്ടിയുള്ളൂല്ലോ. ബാക്കി ആർക്കും ഇംപ്രൂവ്മെന്റ് ഒന്നും ഇല്ലാഞ്ഞിട്ടാണ്. ഇൻ കേസ് ഇഫ് യു ഹാവൻറ്റ് ഇംപ്രൂവ്മെന്റ് ഒന്നും ഇല്ലാത്തവരും ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യട്ടോ. ദാറ്റ് ഈസ് യു ഹാവൻറ്റ് ഇംപ്രൂവ്ഡ് എന്നുള്ളതും ലെറ്റ് മീ നോ പ്ലീസ്. I have improved my vocabulary and fluency. Okay, good. Just joined couple of weeks back. Okay, very good. I have improved എന്നാണ് പറയാ. I have improved vocabulary. I have improved my usage of sentences. Okay, very good. I missed your beginning classes. Okay, it's totally fine. എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും യൂട്യൂബിൽ അവൈലബിൾ ആണ്. Just connect with your mentor. നിങ്ങളുടെ മെന്ററിന്റെ അടുത്ത് ചോദിച്ചാൽ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സസും, ഇതുവരെ നമുക്ക് 13 സെഷൻസേ കഴിഞ്ഞിട്ടുള്ളൂ, ഇന്ന് 14th സെഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് കവർ അപ്പ് ചെയ്യാൻ ഈസി ആണ്. എല്ലാ ക്ലാസ്സും 1 അവറിനേക്കാൾ കുറവാണ്. ലൈക് 50 minutes 55 minutes ഒക്കെയാണ് ഒരു സെഷൻ വരുന്നുള്ളൂ. സോ ഐ തിങ്ക് ഒരു 2 weeks ഇരുന്ന് എല്ലാ ക്ലാസ്സും കാണുകയാണെന്നുണ്ടെങ്കിൽ യു കെൻ ഓൾ കവർ ഇറ്റ് അപ്പ്. ഐ തിങ്ക് മൈ വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ഓൾസോ സ്പീക്കിംഗ് സ്കിൽസ് ഹാവ് ഗെയിൻഡ് മീ കോൺഫിഡൻസ് എന്നല്ല പറയാ. Also, I have gained confidence in speaking skills എന്നാണ് കേട്ടോ പറയാ. നേരെ ഒന്ന് തിരിച്ചിട്ടാ മതി ആ സെന്റൻസ്. Also, I have gained confidence in speaking skills. സ്പീക്കിംഗ് സ്കിൽസ് അല്ലല്ലോ നമുക്ക് കോൺഫിഡൻസ് എന്നത്, മറിച്ച് നമുക്ക് സ്പീക്കിങ്ങിൽ നമുക്ക് കോൺഫിഡൻസ് വരികയല്ലേ ചെയ്തത്. Okay, it's your first live meeting. Okay, you are trying to cover up the missing classes. I am trying to cover up the missed classes എന്നാണ് കേട്ടോ പറയാം. ഓൾറെഡി കഴിഞ്ഞു പോയില്ലേ, so it's missed. I am trying to cover up the missed classes. Would you mind giving some idea of the usage of being? Okay, we'll be discussing it. And നിങ്ങൾ chat box message അയക്കുമ്പോൾ try to use the correct spellings. Would you, WOULD, okay, it would be nice because this is ഇതൊരു സെമി ഫോർമൽ സെറ്റപ്പ് അല്ലേ. സോ ഒരു കംപ്ലീറ്റ് ഇൻഫോർമാലിറ്റിയിൽ നിന്ന് കുറച്ചും കൂടി യു ക്യാൻ മേക്ക് ഇറ്റ് സെമി ഫോർമൽ. ഓക്കെ, വിൽ ഡിസ്കസ് ഇറ്റ്. ഓക്കെ, അത് വരും ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്കിതൊരു 365 days പ്രോഗ്രാം ആണ്. നമ്മൾ 100 days ചെയ്തിട്ടുള്ളൂ. സോ നമ്മൾ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ബേസ് നമ്മൾ സ്ട്രോങ് ആക്കി വിൽ ബി ഗ്രോയിങ് അപ്പ്. ഓക്കെ, ഐ ആം ദ ഫസ്റ്റ് ടൈം ഇൻ ദ ക്ലാസ്. ഓക്കെ ഫൈൻ. ഓക്കെ, സോ വി ആർ ബിഗിനിങ്. സോ ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ടെക്നിക്സ് ആൻഡ് ഡിജിറ്റൽ പ്രൊഫിഷ്യൻസി. അഡ്വാൻസ്ഡ് ഡിജിറ്റൽ റൈറ്റിംഗ് ടെക്നിക്സ് ആൻഡ് ഡിജിറ്റൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി. നമ്മൾ മുമ്പ് കാലത്ത് എന്തെങ്കിലും ജോബ് ആപ്ലിക്കേഷനോ എന്തും ലെറ്റർ ആയിട്ടായിരുന്നു അയച്ചിരുന്നത്. ഇന്ന് അത് മാറി എന്തായി, നമ്മൾ മെയിലിലേക്ക് വന്നു അല്ലെ. ലെറ്റർ മാറി മെയിലായി. ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് മാറി നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ഇടുന്നതായി. സോ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു മീഡിയം മാറുന്ന അനുസരിച്ച് നമ്മളുടെ ഇംഗ്ലീഷിന്റെ എക്സ്പ്രഷൻ, ഹൗ ഡു വി എക്സ്പ്രസ് ഇറ്റ്, നമ്മളൊരു ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് കൊടുക്കുന്നതും അതേ സംഗതി തന്നെ ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന്റെയോ ലാംഗ്വേജ് ഇസ് ഡിഫറെന്റ്. സോ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ ഒരു 3-4 ക്ലാസ് അടുപ്പിച്ച് നമ്മൾ സ്പീക്കിംഗ്, ഇൻഫോർമൽ സ്പീക്കിംഗ്, ഫോർമൽ സ്പീക്കിംഗ്, കൾച്ചറൽ നുവാൻസസ് ഒക്കെ ആയിരുന്നു നോക്കിയത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു റൈറ്റിംഗ് ടെക്നിക്സ് ആൻഡ് digital English proficiency. So before we begin, let me ask you, proficiency എന്നതിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ പ്രൊഫിഷ്യൻസി എന്ന വേർഡ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ ഇവിടെ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയോ. പ്രൊഫിഷ്യൻസി എന്ന ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
പ്രൊഫിഷ്യന്റ് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രൊഫിഷ്യൻസി നേടുക. യാ പ്രാവീണ്യം, കൂടുതൽ അറിവ്, യാ എക്സ്പെർട്ടീസ്, പ്രാവീണ്യം, വ്യക്തത, യാ കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള നോളേജ് ഉണ്ടാവുക, പ്രാഗൽഭ്യം. ഓക്കെ, ഏബിൾ ആവുക, എന്തെങ്കിലും ഒരു സ്കില്ലിൽ ഏബിൾ ആവുക. യെസ്, പ്രൊഫിഷ്യൻസി മീൻസ് ടു എക്സൽ ഇൻ സംതിങ്, ഫ്ലുവന്റ് ആവുക. ടു ബി ഒതന്റിക്, ഇറ്റ് മീൻസ് മോർ നോളേജ്. യെസ്, താങ്ക് യു, വെരി ഗുഡ്. അത് തന്നെയാണ് പ്രൊഫിഷ്യന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് റൈറ്റിംഗിൽ നമ്മൾ വെൽ ഏബിൾഡ് ആവുക അല്ലെങ്കിൽ എക്സ്പെർട്ട് ആവുക എന്നാണ്. ഒരാൾ പ്രൊഫിഷ്യന്റ് ആണ്, അയാളുടെ ഫീൽഡിൽ പ്രൊഫിഷ്യന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഹിസ് ഗോട്ട് ഓൾ ദ സ്കിൽസ് അല്ലെങ്കിൽ വെൽ വേഴ്സ്ഡ് ആണ്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സോ പ്രൊഫിഷ്യൻസി എല്ലാവർക്കും അറിയാം. സോ വിൽ ബിഗിൻ. സോ ഇന്നത്തെ നമ്മുടെ അജണ്ട, ഇന്നത്തെ ഒരു 1 hour സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻസ്ഡ് റൈറ്റിംഗ് സ്കിൽസ്, അതുപോലെ ഡിജിറ്റൽ സ്പേസസിൽ ഇംഗ്ലീഷിന്റെ യൂസേജ് എങ്ങനെയാണ്, ഒരു ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റി ആയിട്ട് ക്രിയേറ്റീവ് റൈറ്റിംഗ്, ഓൾസോ ഇന്നത്തെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് the evolution of language in the digital era, and as usual we'll have a question answer, feedback and summary session. Okay, before I go into today's class, നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ മുമ്പ് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ? ബ്രിട്ടീഷ് ആയിരുന്നല്ലോ ഇന്ത്യ ഭരിച്ചിരുന്നത്. സോ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലേ നമ്മുടെ ലാംഗ്വേജിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് ദാൻ അമേരിക്കൻ ഇംഗ്ലീഷ് എന്നുള്ളൊരു ചോദ്യം വന്നത് ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ചോദിച്ച ആൾ ഇവിടെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കം ഇൻ ദ ചാറ്റ് ബോക്സ്. ഡു യു റിമെമ്പർ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്? നമ്മൾ കൾച്ചറൽ ന്യൂആൻസസ് പറയുന്ന സമയത്ത് അധിക വേർഡ്സിന്റെ മീനിങ് നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരുന്നു ദാൻ ബ്രിട്ടൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. സോ അപ്പൊ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഞാനിത് ഇംഗ്ലീഷ് സ്കോളേഴ്സിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന റിപ്ലൈ, അല്ലെങ്കിൽ ദിസ് ഇസ് ദ കറക്റ്റ് റിപ്ലൈ, നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നിന്ന് തന്നെ വന്നതാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിന്റെ ഒരു അഡാപ്റ്റേഷൻ തന്നെയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ്. പിന്നെ എങ്ങനെയാണ് അമേരിക്കൻ വേർഡ്സുമായിട്ട് നമ്മൾ കൂടുതൽ ലിങ്ക് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അമേരിക്ക ഒരു ഗ്ലോബൽ പവർ ആയിട്ട് വന്നില്ല. ഇപ്പൊ നമ്മൾ ഏത് കറൻസിയും കമ്പയർ ചെയ്യുന്നത് എന്തായിട്ടാണ്? ഡോളർ ആയിട്ടല്ലേ. സോ അതിന്റെ പേരിൽ, അങ്ങനെ ഒരു ഗ്ലോബൽ പവർ ആയിട്ട് വന്നതിന്റെ പേരിലാണ് അമേരിക്കയിൽ യൂസ് ചെയ്യുന്ന പദങ്ങളും കൂടെ നമ്മുടെ ലാംഗ്വേജിലേക്ക് വന്നത്. ഓക്കെ, സോ ഇന്ത്യൻ ഇംഗ്ലീഷിന്റെ ബേസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ചില വേർഡ്സ്, യെസ് ഇറ്റ്സ് ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. എക്സാക്ട്ലി, അമേരിക്കൻ വേർഡ്സ് നമ്മുടെ ലാംഗ്വേജിലേക്ക് വന്നത് അമേരിക്ക ഒരു ഗ്ലോബൽ പവറായി എമേർജ് ചെയ്തതിന്റെ ഭാഗമായും ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടൊക്കെയാണ് അമേരിക്കൻ ഇംഗ്ലീഷിലുള്ള വേർഡ്സ് നമ്മുടെ ലാംഗ്വേജിലേക്ക് അഡാപ്റ്റ് ആയത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സോ ഇന്ന് നമ്മൾ അഡ്വാൻസ് റൈറ്റിംഗ് സ്കിൽസിൽ 2 രീതിയിലുള്ള സെന്റൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോംപ്ലെക്സ് സെന്റൻസ് ആൻഡ് മിക്സ്ഡ് സെന്റൻസസ്. ഓക്കെ, മിക്സ്ഡ് കണ്ടീഷൻ സെന്റൻസസും കോംപ്ലെക്സ് സെന്റൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോംപ്ലെക്സ് സെന്റൻസ് നമ്മൾ ഇതിന് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ബട്ട് ടുഡേ വിൽ അഗെയിൻ ജസ്റ്റ് ഹാവ് എ ലുക്ക്. കോംപ്ലെക്സ് സെന്റൻസുകളുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഹാസ് 1 ഇൻഡിപെൻഡന്റ് ക്ലോസ് ആൻഡ് അറ്റ്ലീസ്റ്റ് 1 സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെന്റൻസ്, ആ ഇൻഡിപെൻഡന്റ് ക്ലോസ് മാത്രം നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരു അർത്ഥവത്തായ അല്ലെങ്കിൽ ഒരു ലോജിക് ഉള്ള സെന്റൻസ് ആവും. പക്ഷെ സബോർഡിനേറ്റ് ക്ലോസ് മാത്രം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു അർത്ഥമുള്ള ഒരു സെന്റൻസ് ആവില്ല. ഈ സബോർഡിനേറ്റ് ക്ലോസ് ഇൻഡിപെൻഡന്റ് ക്ലോസിന്റെ കൂടെ ചേർന്നാൽ മാത്രമാണ് അതൊരു വ്യക്തമായ അർത്ഥമുള്ള സെന്റൻസ് ആവുള്ളൂ. ഓക്കെ, so complex sentence has 1 independent clause and at least 1 subordinate clause. അപ്പോൾ 1 independent clause and at least 1 subordinate clause എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസേ ഒരു കോംപ്ലെക്സ് സെന്റൻസിൽ ഉണ്ടാവുള്ളൂ, പക്ഷെ ഒന്നോ ഒന്നിലധികമോ സബോർഡിനേറ്റ് ക്ലോസ് ഒരു കോംപ്ലെക്സ് സെന്റൻസിൽ ഉണ്ടാവാം. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഡിപെൻഡന്റ് ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും എന്താണെന്ന് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, ഞാനൊരു ഡൗട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എന്റെ മൗസ് അനങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് എന്റെ മൗസ് കഴ്സർ നിങ്ങൾക്ക് വിസിബിൾ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്യോ? ഇസ് മൈ മൗസ് കഴ്സർ വിസിബിൾ ടു യു? നോ അല്ല അല്ലെ? ഓക്കെ, താങ്ക് യു, ഫൈൻ. ഞാനിവിടെ മൗസ് മൂവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവോ എന്ന് അറിയാനായിരുന്നു. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഓക്കെ, സോ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. വി വിൽ നോട്ട് ഗോ ഫിഷിംഗ്. അത് ഒറ്റ സെന്റൻസേ ഉള്ളൂ അല്ലെ? അതൊരു എന്താണ്? ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഇവിടെ ഈ ഇൻഡിപെൻഡന്റ് ക്ലോസിന്റെ
താഴേക്ക് ആരോ ഇട്ട് ആ ഒരു വൈറ്റ് ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന സെന്റൻസ് നോക്കുക. വി വിൽ നോട്ട് ഗോ ഫിഷിംഗ്, അതൊരൊറ്റ സെന്റൻസ് ആണ്. ഓക്കെ, പക്ഷെ ഇനി ആ സെന്റൻസിന്റെ കൂടെ നമ്മൾ ഇഫ് ഇറ്റ് റെയിൻസ് എന്ന് സബോർഡിനേറ്റ് ക്ലോസും കൂടെ ആഡ് ചെയ്യാണ്. സബോർഡിനേറ്റ് ക്ലോസിന്റെ താഴെയുള്ള ആ ഒരു വൈറ്റിൽ ഹൈലൈറ്റ് ചെയ്തത് നോക്കിയേ. ഇഫ് ഇറ്റ് റെയിൻസ്, അത് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇഫ് ഇറ്റ് റെയിൻസ് എന്നത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇഫ് ഇറ്റ് റെയിൻസ് എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സെൻസിബിൾ സെന്റൻസ് ആവുമോ? ഇല്ലല്ലോ. മഴ പെയ്യാണെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്, അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അപ്പൊ അത് അത്ര സെൻസിബിൾ സെന്റൻസ് അല്ലല്ലോ. സോ ഇഫ് ഇറ്റ് റെയിൻസ് എന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്, അതായത് അതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസിന്റെ കൂടെ വെച്ചാൽ മാത്രമേ അതിന് അർത്ഥം വരുള്ളൂ. പക്ഷെ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്താണ്? അത് ഓൾറെഡി അർത്ഥമുള്ള ഒരു സംഗതിയാണ്. അതിന് സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടെങ്കിലേ അർത്ഥം വരുള്ളൂ എന്നില്ല. ഇനി ഇത് എപ്പോഴാണ് കോംപ്ലക്സ് സെന്റൻസ് ആവുന്നത്? ഈ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഈ ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആവുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കിയേ. വി വിൽ നോട്ട് ഗോ ഫിഷിംഗ് ഇഫ് ഇറ്റ് റെയിൻസ്. ഇത് നേരെ ഓപ്പോസിറ്റും പറയാം കേട്ടോ. ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ നോട്ട് ഗോ ഫിഷിംഗ്, രണ്ടും സെയിം മീനിങ് ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു റെഡിഷ് അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത് സബോർഡിനേറ്റ് ക്ലോസ് ആണ് ഇൻ ദ ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, ഇനി കമ്മിങ് ടു താഴെ വീണ്ടും 3 എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് വേഗം ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ് വൺ ഇസ് ഓക്കെ, ഇനി നിങ്ങൾ ഈ താഴെയുള്ള 3 എക്സാമ്പിൾസ് ശ്രദ്ധിക്കേണ്ടത് ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ, ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ദാറ്റ് മീൻസ് അത് ഒറ്റക്ക് ആ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് മാത്രം വെച്ച് വായിച്ചാൽ നമുക്ക് അർത്ഥമുള്ള സെന്റൻസ് കിട്ടും. ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നത് ബിക്കോസ് ഓഫ് ദ ടൈഫൂൺ വെൻ ഹി വാസ് യങ് ആഫ്റ്റർ ജോഗിങ് എന്നൊക്കെ പറഞ്ഞാൽ അത് സബോർഡിനേറ്റ് ആണ്. അതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസിന്റെ കൂടെ ചേർത്ത് വെച്ചാൽ മാത്രമേ അർത്ഥം വരുള്ളൂ. ഓക്കെ, നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. First one is all classes are cancelled because of the typhoon. Okay, all classes are cancelled. അതിനൊരു അർത്ഥമില്ല. എല്ലാ ക്ലാസ്സും ക്യാൻസൽ ചെയ്യപ്പെട്ടു, അതിന് അർത്ഥമുണ്ട് അല്ലെ. പക്ഷെ ബിക്കോസ് ഓഫ് ദ ടൈഫൂൺ കാരണം എന്ന് മാത്രം പറഞ്ഞാൽ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. സോ ഇനി അത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ അർത്ഥം വന്നില്ലേ. All classes are cancelled because of the typhoon. Okay, I hope it's clear. Next sentence is when he was young he wanted to be an astronaut. ബ്ലൂ കളറിലുള്ളത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഓറഞ്ച് കളറിലുള്ളത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. When he was young he wanted to be an astronaut. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 സെന്റൻസിലും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ആണുള്ളത്. Come to the next sentence. After jogging she went to the cafe that she loves. ഇവിടെ കണ്ടോ, she went to the cafe. ആ ഒരു മിഡിൽ പാർട്ട് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് മറ്റുള്ള സബോർഡിനേറ്റ് ക്ലോസ് ഇല്ലെങ്കിലും അവള് കഫയിൽ പോയി, അർത്ഥമുള്ള സെന്റൻസ് അല്ലേ. പക്ഷെ സ്റ്റാർട്ടിങ്ങിലുള്ള സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്? ആഫ്റ്റർ ജോഗിങ്, ജോഗിങ്ങിന് ശേഷം എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ടില്ല അല്ലെ. ഓൾസോ അവൾക്ക് ഇഷ്ടമുള്ള ദാറ്റ് ഷീ ലവ്സ് എന്ന് ലാസ്റ്റ് ഉണ്ട്. ഇവിടെ എന്താണ്? 2 സബോർഡിനേറ്റ് ക്ലോസ് വന്നു. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോംപ്ലക്സ് സെന്റൻസിൽ എപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഒന്നിലധികമോ സബോർഡിനേറ്റ് ക്ലോസും വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? കോംപ്ലക്സ് സെന്റൻസുകൾ, ക്രിയേറ്റ് എ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എന്ന് മനസ്സിലാവോ? ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്താണ്, സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്, കോംപ്ലക്സ് സെന്റൻസ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായോ? വായിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് വായിക്കണേ. മിക്സ്ഡ് കണ്ടീഷണൽ അല്ലെങ്കിൽ മിക്സ്ഡ് സെന്റൻസസ് refers to an unreal past condition and its probable result in the present. അതായത് എന്താണ്? അൺറിയൽ, ശരിക്കും നടക്കാത്ത ഒരു പാസ്റ്റ് കണ്ടീഷനെ കുറിച്ചും അങ്ങനെ നടന്നുവരുന്നെങ്കിൽ, അങ്ങനെ നടക്കുകയായിരുന്നെങ്കിൽ ഇന്ന് പ്രസന്റിൽ എന്താവുമായിരുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള സെന്റൻസുകളെയാണ് നമ്മൾ മിക്സ്ഡ് കണ്ടീഷൻ അല്ലെങ്കിൽ മിക്സ്ഡ് സെന്റൻസസ് എന്ന് പറയുക. എന്താണ്? അൺറിയൽ പാസ്റ്റ് കണ്ടീഷൻസ്, അതായത് ശരിക്കും നടന്നതുപോലെ അല്ലായിരുന്നുവെങ്കിൽ. ഓക്കെ, ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡർ, ഞാൻ വർക്ക് ഹാർഡ് ചെയ്തില്ല, പക്ഷെ ഇഫ് ഐ ഹാഡ്, നടന്നതിന് വിപരീതമായി നടന്നിരുന്നുവെങ്കിൽ ഇന്ന് പ്രസന്റിൽ അതിന്റെ റിസൾട്ട് എന്താവുമായിരുന്നു എന്ന പ്രോബബിലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിനെയാണ് മിക്സ്ഡ് കണ്ടീഷൻ അല്ലെങ്കിൽ മിക്സ്ഡ് സെന്റൻസസ്. ഇഫ് വി വുഡ് ഹാവ് ടേക്കൻ കെയർ the earth would be a much more better place, അല്ലെങ്കിൽ if we would have taken care the earth would be even more cleaner. നമ്മൾ മുമ്പ് ഇതിലും കൂടുതൽ ശ്രമിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കെയർ ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമി ഇതിനേക്കാൾ വൃത്തിയുള്ള ഒരു സ്ഥലം ആയാനേ. ഓക്കെ, നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച്, അതായത് പാസ്റ്റിൽ
നടക്കാത്ത കാര്യങ്ങൾ നടന്നിരുന്നുവെങ്കിൽ ഇന്ന് അതിന്റെ റിസൾട്ട് എന്താവുമായിരുന്നു എന്ന് സംസാരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ബാക്കിയും കൂടെ വായിക്കാം. These sentences express a situation which is contrary to reality both in the past and in the present. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെന്റൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ റിയാലിറ്റിയിലും പാസ്റ്റിലും സംഭവിക്കുന്നതിന്റെ എതിരായിട്ടുള്ളത്, കോൺട്രറി ആയിട്ടുള്ളതാണ് സംസാരിക്കുന്നത്. അത് ശരിക്കും സംഭവിച്ചത് ഇങ്ങനെയാണ്, പക്ഷെ മറ്റവണ്ണമായിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ, അപ്പൊ സംഭവിക്കാത്തതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള മിക്സ്ഡ് കണ്ടീഷണൽ സെന്റൻസുകളിൽ നമ്മൾ 2 ക്ലോസ് ആണ് ഉണ്ടാവുക, ഒരു ഇഫ് ക്ലോസും ഒരു മെയിൻ ക്ലോസും. ഇഫ് ക്ലോസിൽ ഉണ്ടാവുക പാസ്റ്റ്, ഇഫ് ഐ ഹാഡ് വർക്ക്, ഇഫ് വി വുഡ് ഹാവ് ടേക്കൻ കെയർ. ഇഫ് ക്ലോസിൽ എപ്പോഴും പാസ്റ്റ്, അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, ഞാൻ അന്ന് പഠിച്ചിരുന്നുവെങ്കിൽ. ഓക്കെ, ഇഫ് ക്ലോസിൽ എപ്പോഴും പാസ്റ്റ് ആണ് ഉണ്ടാവുക. പിന്നെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഐ വുഡ് ഹാവ്, എനിക്ക് ഇങ്ങനെ ആവാമായിരുന്നു, ഞാൻ പഠിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നല്ലൊരു ജോലിയായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എന്നതാണ് ഇഫ് ക്ലോസ്. ദാറ്റ് ഈസ് അബൌട്ട് ദ പാസ്റ്റ്. എനിക്ക് പനി വരില്ലായിരുന്നു, അതായത് നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ ഇങ്ങനെ ആവില്ലായിരുന്നു എന്ന് പറയുന്നതാണ് മെയിൻ ക്ലോസ്. ഓക്കെ, അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് നമ്മൾ ഇപ്പോൾ റിസൾട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് മെയിൻ ക്ലോസ്. നമ്മളുടെ പാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇഫ് ക്ലോസ്. ഓക്കെ, ക്ലിയർ അല്ലേ? So we'll just see some examples. If I had worked harder at school, I would have a better job now. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നുവെങ്കിൽ, worked harder at school, I would have a better job now. If we had looked at the map, we wouldn't be lost. മാപ്പ് നോക്കുകയായിരുന്നെങ്കിൽ, wouldn't be lost എന്ന് പറഞ്ഞാൽ വഴി തെറ്റിയാൽ പറയും നമ്മൾ we are lost in the way എന്ന് പറയുകയാണെങ്കിൽ വഴി തെറ്റി പോകുമ്പോൾ പറയുന്നതാണ് കേട്ടോ. മാപ്പ് നോക്കുകയായിരുന്നെങ്കിൽ വഴി തെറ്റില്ലായിരുന്നു. If he wasn't so busy today, he would have attended yesterday's meeting. അവൻ അത്ര ബിസി ആയിരുന്നില്ലെങ്കിൽ, ഇന്ന് അത്ര ബിസി അല്ലായിരുന്നെങ്കിൽ അവൻ ഇന്നലത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്താനേ. If I hadn't missed my bus, I would be in France now. ഞാൻ എന്റെ ബസ് മിസ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഫ്രാൻസ് എത്തിയാനേ. സോ ഇവിടെ നോക്കിയേ, 2 ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. ബസ് മിസ് ചെയ്തു, അപ്പോഴാണ് നമ്മൾ പറയുന്നത് ബസ് മിസ് ചെയ്തില്ലായിരുന്നെങ്കിൽ. I would be in France now. അപ്പൊ എന്താണ്, ഞാൻ ഇപ്പൊ ഫ്രാൻസിലല്ല, ഫ്രാൻസിൽ എത്തുമായിരുന്നു. സോ എന്താണ്, മിക്സ്ഡ് കണ്ടീഷൻസിൽ നമ്മൾ നടക്കാത്ത ഒരു പാസ്റ്റിനെയും നടക്കാത്ത ഒരു പ്രസന്റിനെയും കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ മിക്സ്ഡ് കണ്ടീഷൻ സെന്റൻസുകളിൽ പറയുക. If I had slept longer, I would be tired now. If she had tried harder, she would be more successful now. ക്ലിയർ ആണോ? ഈ ഒരു മിക്സ്ഡ് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലായോ? സോ നമ്മൾ റൈറ്റിംഗ്, അഡ്വാൻസ്ഡ് റൈറ്റിംഗ് സ്കിൽ, അല്ലെങ്കിൽ ഒരു മെയിൽ ആവട്ടെ, ലെറ്റർ ആവട്ടെ, നമ്മൾ ഒരു ആർട്ടിക്കിൾ ആവട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലും കൺവേ ചെയ്യാനുള്ള മെസ്സേജ് ആവട്ടെ, എന്തുമാവട്ടെ, നമ്മൾ റൈറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ക്ലാരിറ്റി, കോറൻസ് ആൻഡ് സ്റ്റൈൽ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് വളരെയധികം ഇംപ്രൂവ് ചെയ്യും. എന്തൊക്കെയാണ്? ക്ലാരിറ്റി, കോറൻസ് ആൻഡ് സ്റ്റൈൽ. We will discuss 3 of them. So what is the doubt? Should we use I would be a better dancer or I would have been a better dancer? That is, I would be a better dancer ആണ് കേട്ടോ. Have been വേണ്ട, I would be a better dancer. If I had practiced well, I would be a better dancer ആണ് കേട്ടോ. Okay, I hope it's clear. Okay, fine. So 3 കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്താൽ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കിൽസ് മൊത്തത്തിൽ ഇംപ്രൂവ് ചെയ്യും. സോ ഫസ്റ്റ് ക്ലാരിറ്റി, സെക്കൻഡ് കോറൻസ് ആൻഡ് തേർഡ് സ്റ്റൈൽ. സോ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? യൂസ് സ്പെസിഫിക് ലാംഗ്വേജ് ആൻഡ് എക്സാമ്പിൾസ്. കൃത്യമായി നല്ലൊരു ലാംഗ്വേജ് ഫോളോ ചെയ്യുക. ആൻഡ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾസ്. ഇപ്പൊ നമ്മളിവിടെ എല്ലാം കോംപ്ലക്സ് സെന്റൻസിന് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു, മിക്സ്ഡ് സെന്റൻസിന് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു, ഇല്ലേ? സോ ആഡിങ് എക്സാമ്പിൾസ് കൂടുതൽ ക്ലാരിറ്റി ആഡ് ചെയ്യും. ക്ലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ക്ലിയർ. ഒരു കാര്യം പറയുന്നത് എത്രമാത്രം ക്ലിയർ ആണ് എന്നതാണ് കേട്ടോ ക്ലാരിറ്റി എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഇസ് അവോയ്ഡ് വാഗ് ലാംഗ്വേജ് ആൻഡ് ഫില്ലർ വേർഡ്സ്. വാഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലാത്ത, നമ്മൾ എന്തെങ്കിലും ഇയാൾ ഇങ്ങനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, അങ്ങനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്താണ് ഐ ആം ഗുഡ് അറ്റ് മൈ സ്കിൽസ് എന്ന് മാത്രം കൊടുക്കുകയാണ്. സ്കിൽസ് എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്ത് സ്കിൽസിനെ കുറിച്ചാണ് ആള് പറയുന്നത്? സോ
ആ വാഗ് ലാംഗ്വേജിനെ എങ്ങനെയാണ് സ്പെസിഫിക് ആക്കുക? നമ്മൾ ഫസ്റ്റ് പറയില്ലേ, യൂസ് സ്പെസിഫിക് ലാംഗ്വേജ്, കൃത്യമായി പറയാം. ഐ ആം ഗുഡ് അറ്റ് ഡോക്യുമെന്റേഷൻ ആൻഡ് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് കറക്റ്റ്, നമ്മൾ എന്ത് സ്കില്ലിലാണ് എന്നുള്ള ഒരു സ്പെസിഫിസിറ്റി അവിടെ വന്നു. കൃത്യമായി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുക. വാഗ് ആയിട്ട് എന്താണ്, ഐ ആം ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷന്റെ അണ്ടറിൽ തന്നെ എത്ര സ്കിൽസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഐ എം ഗുഡ് അറ്റ് ടെക്നിക്കൽ സ്കിൽസ്, ടെക്നിക്കാലിറ്റിയുടെ അണ്ടറിൽ എത്ര സ്കിൽസ് വരുന്നുണ്ട്. സോ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുക. ഫില്ലർ വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ ആണോ, അതെയോ, ഓ, ഓക്കെ, ഐ നോ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ലേ, ജസ്റ്റ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വേർഡ്സ് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ഐ നോ, ഐ മീൻ, നമ്മൾ സംസാരിക്കുമ്പോൾ പറയില്ലേ ലൈക്ക്, ഐ മീൻ എന്നൊക്കെ പറയില്ലേ, എഴുതുമ്പോൾ അത്തരത്തിലുള്ള ഫില്ലർ വേർഡ്സ് ഒഴിവാക്കുക. ദെൻ യൂസ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. ഒരുപാട് നിങ്ങളോട് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയുന്നത് പറയണം എന്നില്ല. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിലുള്ള ഒരു റൈറ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, വളരെ കുറവും ആയിരിക്കരുത്, വളരെ കൂടുതലും ആയിരിക്കരുത്, ഒരു മീഡിയം. മോഡറേഷൻ ഇസ് ദ കീ ടു സക്സസ് എന്നൊക്കെ പറയില്ലേ, എപ്പോഴും ഒരു മോഡറേറ്റ് ലെവലില് ഇൻഫർമേഷൻസ് ഉണ്ടാവുക. നിങ്ങൾ എഴുതുന്ന ലെറ്റർ ആവട്ടെ, മെയിൽ ആവട്ടെ, ആർട്ടിക്കിൾ ആവട്ടെ, എന്തോ. ഗ്രാമർ യൂസേജ് കറക്റ്റ് ആവുക. ഇപ്പൊ ഇവിടെ ചോദിച്ചതുപോലെ വുഡ് ഹാവ് ബീൻ വേണോ, വുഡ് ബി വേണോ, ഈസ് ആണോ, വാസ് ആണോ എന്നുള്ളതിലൊക്കെ ഗ്രാമർ കറക്റ്റ് ആയിരിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. കാരണം നമ്മൾ പ്രസന്റിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വാസ് യൂസ് ചെയ്യുകയാണ്, WAS വാസ് യൂസ് ചെയ്താല് ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കില്ല. ഇപ്പോഴത്തെ ആണോ പറയുന്നത്, മുമ്പത്തെ ആണോ പറയുന്നത്? എനിക്ക് പറയേണ്ടത് ഐ ആം EEP ഫാക്കൽറ്റി എന്നാണ്. പക്ഷെ പറഞ്ഞത് ഐ വാസ് EEP ഫാക്കൽറ്റി എന്നാണ്. മീനിങ് തന്നെ മാറില്ലേ, ഞാൻ EEP ഫാക്കൽറ്റി ആയിരുന്നു. ദാറ്റ് മീൻസ് ഞാൻ ഇപ്പോ EEPയുടെ ഫാക്കൽറ്റി അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ കറക്റ്റ് ഗ്രാമർ യൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. യൂസ് ട്രാൻസിഷൻ സെന്റൻസസ് ടു കണക്ട് പാരഗ്രാഫ്. ദാറ്റ് ഈസ് ഓരോ പാരഗ്രാഫിലും നമ്മൾ പറയേണ്ടത് ഓരോ പോയിന്റുകളാണ്. ഇപ്പൊ നമ്മൾ എൻവയൺമെന്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ പൊല്യൂഷൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ്, വാട്ടർ, എയർ, നോയ്സ്, ഓരോ പാരഗ്രാഫിലും ഓരോ പൊല്യൂഷനെയും അതിന്റെ ഫാക്ടേഴ്സിനെയും കുറിച്ച് സംസാരിക്കുക. പക്ഷെ ഒരു സെന്റൻസിൽ നിന്ന് മറ്റൊരു സെന്റൻസിലേക്ക് പോകുമ്പോൾ ഒരു ട്രാൻസിഷൻ സെന്റൻസ് വേണം. എന്താണ്, ലാൻഡ്, വാട്ടർ പൊല്യൂഷൻ ക്യാൻ ഇൻ ടേൺ കോസ് ലാൻഡ് പൊല്യൂഷൻ എന്നൊരു സെന്റൻസ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് അടുത്ത സെന്റൻസിൽ നിങ്ങൾ ലാൻഡ് പൊല്യൂഷനെ കുറിച്ച് എഴുതുക. അപ്പൊ എന്താണ്, മുമ്പത്തെ സെന്റൻസിൽ നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, വാട്ടർ പൊല്യൂഷൻ ഫർദർ ലീഡ്സ് ടു ലാൻഡ് പൊല്യൂഷൻ. വേസ്റ്റുകൾ വന്ന് ലാൻഡിൽ അടിക്കുകയും ലാൻഡ് പൊല്യൂഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. സോ വാട്ടർ പൊല്യൂഷൻ ഫർദർ ലീഡ്സ് ടു ലാൻഡ് പൊല്യൂഷൻ എന്നൊരു സെന്റൻസിൽ നിർത്തുക. എന്നിട്ട് അടുത്ത സെന്റൻസിൽ, അടുത്ത പാരഗ്രാഫിൽ നിങ്ങൾക്ക് ലാൻഡ് പൊല്യൂഷനെ കുറിച്ച് പറയാം. ഓരോ പാരഗ്രാഫിലും ഡിഫറെന്റ് ടോപ്പിക്സ് ആണ് എങ്കിൽ പോലും ആ ടോപ്പിക്സ് തമ്മിൽ കണക്ട് ചെയ്യുക, പാരഗ്രാഫുകളെ കണക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇസ് അവോയ്ഡ് നൗൺ സ്ട്രിങ്സ് ആൻഡ് മൾട്ടിപ്പിൾ നെഗറ്റീവ്സ്. മൾട്ടിപ്പിൾ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ഡു നോട്ട് നോ എനിത്തിങ് അബൌട്ട് എന്ന് പറയുന്നതിനേക്കാൾ ഐ ഹാവ് നോ ഐഡിയ അബൌട്ട്. അതിന് രണ്ട്, ഐ ആം നോട്ട് വില്ലിംഗ് to not go to my house. I am not willing to not go to my house എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, ഞാൻ എന്റെ വീട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ശ്രദ്ധിക്കുക, ഐ നോട്ട് വില്ലിംഗ്, എനിക്ക് ഉദ്ദേശമില്ല എന്തിന്, ടു നോട്ട് ഗോ ടു മൈ ഹൗസ്, എനിക്ക് എന്റെ വീട്ടിൽ പോവാതെ ഇരിക്കാൻ ഉദ്ദേശമില്ല. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, എനിക്ക് എന്റെ വീട്ടിൽ പോകണം എന്ന്. സോ അത്തരത്തിൽ ഈ വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഡയറക്റ്റ് ആയിട്ട് ഐ ആം വില്ലിംഗ് ടു ഗോ ടു മൈ ഹൗസ് എന്ന് പറഞ്ഞാൽ മതി. ഐ ആം നോട്ട് വില്ലിംഗ് ടു നോട്ട് ഗോ ടു മൈ ഹൗസ് എന്ന് പറയുന്നതും ഐ ആം വില്ലിംഗ് ടു ഗോ ടു മൈ ഹൗസ് എന്ന് പറയുന്നതും സെയിം മീനിങ് ആണ്. സോ ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞ സെന്റൻസ് ഭയങ്കര കൺഫ്യൂസിംഗ് അല്ലേ, പറയാനും കൺഫ്യൂസിംഗ് ആണ്, കേൾക്കുന്നവർക്കും കൺഫ്യൂസിംഗ് ആണ്. സോ അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ നെഗറ്റീവ്സ് ഒഴിവാക്കുക. ഓക്കെ, യൂസ് ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട്, ഇപ്പൊ നമ്മൾ പൊല്യൂഷനെ കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നത്, നമ്മൾ ആൾക്കാരെ കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് വോയിസ്, അതായത് ഷീ ഇസ് എ, ഓക്കെ, ഷീ വാസ് എ, അങ്ങനെയല്ലാണ്ട് ഷീ ഇസ് എ ദിസ് ആൻഡ് ദിസ്, അല്ലെങ്കിൽ ലാൻഡ് പൊല്യൂഷൻ കോസസ് എന്ന് പറഞ്ഞ ആക്റ്റീവ് വോയിസിൽ, പാസീവ് വോയിസ് അല്ല, ആക്റ്റീവ് വോയിസിൽ സംസാരിക്കുക. ദെൻ അവോയ്ഡ് ഓവർ യൂസിങ് നൗൺ ഫോംസ് ഓഫ് വേർബ്. വേർബുകളുടെ എന്താണ്, ക്ലീനിങ് എന്നതിന്റെ വൺ പേഴ്സൺ ഷുഡ് ക്ലീൻ അല്ലെങ്കിൽ എവ്രി വൺ ഷുഡ് ബി ക്ലീനിങ് എന്ന് കൊടുത്താൽ മതി.
അപ്പൊ വേർബുകളുടെ പ്രൊഫിഷ്യൻസി എന്നത് എന്താണ്? നൗൺ ആണ്. ഹി ഇസ് പ്രൊഫിഷ്യന്റ് എന്ന് പറയുന്നത് വേർബ് ആണ്. ഓക്കെ, സോ കൂടുതൽ വേർബ്സ് യൂസ് ചെയ്യുക, നൗൺസ് കുറക്കുക. ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വേർബ്സ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഹി ഹാസ് പ്രൊഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ സെന്റൻസ് എന്ന് പറയുന്നത് ഹി ഇസ് പ്രൊഫിഷ്യന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നതാണ്. പ്രൊഫിഷ്യൻസി എന്നത് നൗൺ ഫോം ആണ്, പ്രൊഫിഷ്യന്റ് എന്ന് പറയുന്നതാണ് വേർബ് ഫോം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് ഇസ് കോഹറൻസ്. കോഹറൻസ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? Can you all tell me coherence എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? What is meant by coherence? Cohesive ആണ് കേട്ടോ ബന്ധം. Cohesive, COHESIVE. Cohesive എന്നതാണ് ബന്ധം, റിലേഷൻ എന്ന് പറയുന്നത്. ഇത് കോഹറൻസ് എന്നാണ്. കോഹറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എത്രമാത്രം ലോജിക്കൽ ആണ് എന്നതാണ്. ഓക്കെ, അതായത് നമ്മൾ പറയുന്ന കാര്യം എത്രമാത്രം റീസണബിൾ ആണ്, ലോജിക്കൽ ആണ്, ക്ലിയർ ആണോ, അല്ലെങ്കിൽ അതൊരു ബുദ്ധിപരമായ എവിഡൻസ് ഉള്ള കാര്യമാണോ, ഇയാൾ പറയുന്നത് എന്താ ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്, അങ്ങനെയല്ല, വളരെയധികം എത്രമാത്രം റെലവെന്റ് ആണ്, ക്ലിയർ ആണ്, ലോജിക്കൽ ആണ് എന്നുള്ളതാണ് ആപ്റ്റ്. ഓക്കെ, സോ ഒരു നമ്മൾ എഴുതുന്ന ഒരു ആർട്ടിക്കിളിനെ കോറന്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, ഓൾഡ് ടു ന്യൂ ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മള് എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. 2010 നമ്മുടെ എർത്ത് ഇങ്ങനെയായിരുന്നു, 2015 അത് ഇങ്ങനെയായി, 2020 അത് ഇങ്ങനെയായി. അങ്ങനെയാണ്. ന്യൂ ടു ഓൾഡ് ഇൻഫർമേഷനിലേക്കല്ല പോകേണ്ടത്, മറിച്ച് എപ്പോഴും ഓൾഡ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പൊ എത്തി, ഓൾഡ് ടു ന്യൂ ഇൻഫർമേഷൻ എന്ന രീതിയിൽ ആർട്ടിക്കിൾ സ്ട്രക്ചർ ചെയ്യുക. ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറയുമ്പോഴും ഒക്കെ എപ്പോഴും ഓൾഡ് ടു ന്യൂ എന്ന രീതിയിൽ കൊടുക്കുക. ദെൻ യൂസ് ദ സെയിം വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളില് ഹാപ്പിനെസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് യൂസ് ചെയ്ത വേർഡ് നമ്മൾ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ജോയ് എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേർഡ് തന്നെ ഹാപ്പിനെസിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുക. മാറ്റി മറിച്ചു അതിന്റെ സിനോണിംസ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില വേർഡ്സ്, അത് ഇപ്പൊ ഹാപ്പിനെസ് എന്നത് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ ഇലേറ്റഡ് എല്ലാവർക്കും അറിഞ്ഞോളണം എന്നില്ല. ഓക്കെ, അപ്പൊ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. സോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണോ ആ സെയിം വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇംപ്രൂവ് സബ്ജക്ട്സ് ആൻഡ് വേർബ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റും വേർബുകളൊക്കെ ഒരു ഇംപ്രൂവ്ഡ് ഫോമിൽ യൂസ് ചെയ്യുക. ദെൻ പ്രോനൗൺസ് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, യു ആർ സ്റ്റാർട്ടിംഗ് വിത്ത് മീന ഇസ് എ ഗുഡ് ഗേൾ ഇൻ ദ ക്ലാസ്, എന്നിട്ട് നെക്സ്റ്റ് സെന്റൻസിൽ പറയാണ് ഹി ഇസ് അറ്റന്റീവ് ഇൻ ക്ലാസ്. അപ്പൊ എന്താണ്, മീന എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താണ് ഒരു പെൺകുട്ടിയുടെ മുഖമാണ് വരിക. പക്ഷെ അടുത്ത പ്രോനൗൺസിൽ ഹി എന്ന് പറയാണ്. പലർക്കും ഷീ, ഹി, ഹിസ്, ഹെർ ഒക്കെ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. സോ പ്രോനൗൺസ് യൂസ് ചെയ്യുമ്പോൾ ബി കെയർഫുൾ. ദെൻ ഈച്ച് പാരഗ്രാഫ്, നമ്മൾ എപ്പോഴും ഒരു ആർട്ടിക്കിളോ എന്ത് ലെറ്റർ ആവട്ടെ എന്ത് എഴുതുമ്പോഴും ഒറ്റ പാരഗ്രാഫിൽ എല്ലാവരും എഴുതുക, മറിച്ച് എപ്പോഴും പാരഗ്രാഫ്സ് ആക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. അത് എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഓരോ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സെന്റൻസിലെ അത് ആ പാരഗ്രാഫിൽ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് ഇതിനെ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കണം ആ ഫസ്റ്റ് സെന്റൻസ്. ഇപ്പൊ പൊല്യൂഷനെ കുറിച്ചിട്ടാണ് എന്ന് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഫസ്റ്റ് സെന്റൻസിൽ പൊല്യൂഷൻ എന്നൊരു വേർഡ് ഉണ്ടാവണം. ഓക്കെ, നമ്മൾ ആ പാരഗ്രാഫിൽ പറയാൻ പോകുന്ന കാര്യത്തെ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കണം ഓരോ പാരഗ്രാഫിലും ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്. ദെൻ ഓരോ പാരഗ്രാഫിലും ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഒറ്റ സെന്റൻസ് എന്നല്ല പറയുന്നത്, ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യുക. അടുത്ത പോയിന്റ് അടുത്ത പാരഗ്രാഫിൽ ആക്കുക. The next one is use a variety of linking words and phrases. Linking words എന്ന് പറഞ്ഞാൽ എന്താണ്? കൺജങ്ഷൻസ് ഇല്ലേ? ബിക്കോസ്, ആൻഡ്, ഓൾസോ, അതുപോലെ തന്നെയുള്ളതാണ് ലിങ്കിങ് വേർഡ്സ്. ലിങ്കിങ് വേർഡ്സും കൺജങ്ഷൻസും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ്. കൺജങ്ഷൻ വേർഡ്സ് നമ്മൾ രണ്ട് സെന്റൻസ് ജോയിൻ ചെയ്യാൻ നടുക്കായിരിക്കും യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ആൻഡ്, ബട്ട്, ബിക്കോസ്. ലിങ്കിങ് വേർഡ്സ് എന്ന് പറയുന്നത് ബിഗിനിങ്ങിലായിരിക്കും. ഓൾസോ ദിസ് ഇസ് ദ കണ്ടീഷൻ our earth can be improved to be അല്ലെങ്കിൽ we can strive together to make a better earth. Also ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ furthermore, ഇതൊക്കെ ഇരിക്കെ ഇനിയും, അല്ലെങ്കിൽ despite, inspite എന്ന രീതിയിലുള്ള ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്യുക. സോ ഇത് എന്താണ്, നമ്മളുടെ ഒരു പറയുന്ന കാര്യത്തിന്റെ ലോജിക് അല്ലെങ്കിൽ റീസണബിലിറ്റി ഒക്കെ
ഇൻക്രീസ് ചെയ്യാൻ, കോഹറൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. Then the final one is style. നമ്മുടെ റൈറ്റിംഗ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ബി ഡയറക്റ്റ് ഇൻ യുവർ റൈറ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെസിഫിക് ആയിരിക്കുക, വെറുതെ വളഞ്ഞ മൂക്ക് പിടിക്കാതെ നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുക. Then short sentences are more powerful than long sentences. Okay? ഒരുപാട് വലിച്ചു നീട്ടി എഴുതുന്നതിനേക്കാൾ വളരെ ഡയറക്റ്റും സ്പെസിഫിക്കുമായിട്ട് നമ്മൾ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഷോർട്ട് ആക്കി എഴുതുക. പിന്നെ പാരഗ്രാഫ്സ് ഫോം ചെയ്യണം എന്ന് പറഞ്ഞു. പാരഗ്രാഫ്സ് എപ്പോഴും ഒരു 5 to 6 സെന്റൻസ് മതി ഒരു പാരഗ്രാഫിൽ. വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. പാരഗ്രാഫ്സ് ഷോർട്ട് ആക്കി വെക്കുക. എന്താണ് 3 പാരഗ്രാഫ് നിങ്ങൾ എഴുതി അതിൽ 10 ടോപ്പിക് പറയുന്നതിനേക്കാൾ നല്ലത് ഷോർട്ട് ആയിട്ട് 10 പാരഗ്രാഫ് ഫോം ചെയ്യുന്നതാണ്. ദെൻ റിവ്യൂ ആൻഡ് എഡിറ്റ് യുവർ വർക്ക്. ഓക്കെ, ഒരിക്കൽ എഴുതിയതിനു ശേഷം അത് വീണ്ടും വായിക്കുക, അതൊന്ന് എഡിറ്റ് ചെയ്യുക. യൂസ് എ നാച്ചുറൽ കൺവെർസേഷണൽ ടോൺ. എഴുതുമ്പോൾ നമ്മുടെ ഒരു സ്പീച്ച് ഫോം നേരിയെടുത്ത് എഴുതാനല്ല കൺവെർസേഷണൽ ടോണിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ഭയങ്കര ഫോർമൽ ആക്കിയാൽ ആൾക്കാർക്ക് വായിക്കുമ്പോൾ റിലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ കുറച്ചും കൂടെ നാച്ചുറൽ, നമ്മുടെ ഡെയിലി സ്പീച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള വേർഡ്സും കൺവെർസേഷണൽ ലാംഗ്വേജും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യാനുള്ളത് മറ്റ് ഫേമസ് റൈറ്റിംഗ്സും ഫേമസ് ഓതേഴ്സിനെയും വായിക്കുക. ഇത് ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിൾസ് എഴുതുന്ന ഓതേഴ്സ് ആവാം, നോവൽസ് എഴുതുന്നവരാവാം, ആരെയാവാം, ഫേമസ് ഓതേഴ്സിനെ വായിക്കുക. മിക്സ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് പങ്ക്ച്വേഷൻ. പങ്ക്ച്വേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കോമ ക്യാൻ കിൽ എ മാൻ എന്ന് കേട്ടിട്ടില്ലേ? എവിടെയാണ് അപ്പോസ്ട്രോഫി വേണ്ടത്, എവിടെയാണ് കോമ വേണ്ടത്, എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് വേണ്ടതെന്ന് ശ്രദ്ധിക്കുക. ദെൻ വാരിങ് യുവർ സെന്റൻസ് സ്ട്രക്ചർ. നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലാ സെന്റൻസിലും ഞാൻ ഇങ്ങനെ പറയാണ്, ഇൻ ഡൽഹി യു ക്യാൻ സി താജ്മഹൽ, ഇൻ ഡൽഹി യു ക്യാൻ സി റെഡ് ഫോർട്ട്, ഇൻ ഡൽഹി യു ക്യാൻ സി പാർലമെന്റ്. ഇങ്ങനെ എല്ലാ സെന്റൻസ് ഒരേ ഫോമിൽ പറഞ്ഞാൽ വായിക്കാൻ എന്ത് ബോറിംഗ് ആയിരിക്കുള്ളൂ. സോ സെന്റൻസ് സ്ട്രക്ചർ മാറ്റുക. ഇൻ ഡൽഹി യു ക്യാൻ സി താജ്മഹൽ, അറ്റ് ദ ഹാർട്ട് ഓഫ് ദ ഡൽഹി ഇസ് പാർലമെന്റ്. ഓക്കെ, അപ്പൊ സെന്റൻസ് സ്ട്രക്ചർ മാറി, പക്ഷെ കൺവേ ചെയ്യേണ്ട കാര്യം കൺവേ ചെയ്യുകയും ചെയ്തു. സോ സെന്റൻസ് സ്ട്രക്ചറുകൾ മാറ്റുക. ദെൻ അവോയ്ഡ് ചോപ്പിനെസ്. അവോയ്ഡ് ചോപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ ഇരിക്കുക. ചോപ്പിനെസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂവേഷൻ ഇല്ലാതെ ഇരിക്കുക. നമ്മളൊരു ഷാർപ്പ് എഡ്ജിൽ കട്ട് ചെയ്തിട്ട് നേരെ അടുത്ത സംഭവം തുടങ്ങുക. അത് കഴിഞ്ഞ് ഷാർപ്പ് എഡ്ജ്, ശരിക്കും ഇതൊക്കെ കണക്റ്റഡ് ആയി കിടക്കുന്നു. ഒരു ആർട്ടിക്കിളിൽ നമ്മൾ പൊതുവെ കണക്റ്റഡ് ആയ കാര്യങ്ങളല്ലേ ഒരു ആർട്ടിക്കിളിൽ എഴുതുക. അതെല്ലാം ഒരു കണക്ട് ചെയ്ത് എഴുതുക, ചോപ്പ് ചെയ്യാതെ നിൽക്കുക. അതായത് ഒരു കാര്യം പറഞ്ഞ് നിർത്തി അതുമായി ഒരു ബന്ധമില്ലാത്ത ഒരു അടുത്ത കാര്യം പറയുക എന്ന രീതിയിൽ പോകരുത്. അവോയ്ഡ് റിപ്പീറ്റേഷൻ. റിപ്പീറ്റ് ചെയ്ത് ഒരു കണ്ടന്റ് തന്നെ പല സെന്റൻസിലായി വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് ക്രിസ്പ്. Then use the vocabulary that you know. നിങ്ങൾ വളരെ തറോ ആയിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്യുക. കാരണം ചില വൊക്കാബുലറീസിന് ഡബിൾ മീനിങ് ഉണ്ടാവുകയും ആ ഡബിൾ മീനിങ് നിങ്ങൾക്ക് അറിയാതെ വരികയും അത് വായിക്കുന്നവരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിവുള്ള വൊക്കാബുലറീസ് യൂസ് ചെയ്യുക. ആൻഡ് ഓൾസോ വർക്ക് ഓൺ എക്സ്പാൻഡിങ് യുവർ വൊക്കാബുലറി. വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നതിൽ വർക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, സോ ഇഫ് യു ഇംപ്രൂവ് ദീസ് 3 എലമെന്റ്സ് ഇൻ യുവർ റൈറ്റിംഗ്, നിങ്ങളുടെ ഓവറോൾ റൈറ്റിംഗ് തന്നെ ഇംപ്രൂവ് ആവും. ദാറ്റ് ഇസ് ക്ലാരിറ്റി, കോഹറൻസ് ആൻഡ് സ്റ്റൈൽ. ഓക്കെ, സോ വിത്ത് ദാറ്റ് നമ്മൾ നമ്മുടെ റൈറ്റിംഗ് സ്കിൽ വർക്ക്ഷോപ്പ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നെറ്റ്വർക്ക് ഒക്കെ ഇങ്ങനെ ഇതായി നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ടൈം കുറച്ചു പോകും. സോ നെക്സ്റ്റ് ഇസ് എക്സ്പ്ലോറിംഗ് ഇംഗ്ലീഷ് ഇൻ ഡിജിറ്റൽ സ്പേസസ്. ഡിജിറ്റൽ സ്പേസസ് എന്ന് പറയുമ്പോൾ എന്താണ്? വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, നമ്മൾ യൂട്യൂബിൽ കമന്റ് ഇടുന്നത് അല്ലെ, നമ്മൾ ഇന്റർനെറ്റ് വെച്ച് യൂസ് ചെയ്യുന്ന എല്ലാം ഡിജിറ്റൽ സ്പേസസ് ആണ് അല്ലെ. ഓൾസോ ഇനിയിപ്പോ ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ നോട്ട്സിൽ ഓരോ കാര്യങ്ങൾ സേവ് ചെയ്തിട്ടില്ലേ, അതൊക്കെ എന്താണ്? ഡിജിറ്റൽ സ്പേസുകളാണ്. സോ നമ്മൾ ഡിജിറ്റൽ സ്പേസുകളിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇമോജീസ് ആൻഡ് ജിഫ്സ്. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ഓ ഐ ആം സാഡ് എന്ന് പറയുന്നതിനേക്കാൾ എന്താണ്, നമ്മൾ ഈസി ആയിട്ട് ഇമോജി ഇടും അല്ലെ. ഇമോജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലെ. യെല്ലോ കളർ ഫേസസ്, നമ്മൾ ചാറ്റിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ഫേസസ്, നമുക്ക് സങ്കടം, സന്തോഷം, എല്ലാത്തിനും ഇമോജീസ് ഉണ്ട്. സോ ഡിജിറ്റൽ സ്പേസിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇമോജിയും ജിഫ്സും. ജിഫ്സ് എന്ന് പറഞ്ഞാൽ ഈ മൂവ്മെന്റ്സ് ഉള്ള സ്റ്റിക്കേഴ്സ്. ഇപ്പൊ അതിൽ ചിലപ്പോൾ ഒരാൾ തംസ് അപ്പ് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. സോ അത്തരത്തിലുള്ളതാണ് ജിഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് പങ്ക്ച്വേഷൻ ആൻഡ് ഫോമാറ്റിംഗ്. നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ പല അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഏതെങ്കിലും കാര്യം
ബോൾഡിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത് കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഫുൾ ക്യാപ് ലെറ്റർ, ഇപ്പൊ അർജന്റ് റിക്വയർമെന്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്യാപ്സിൽ കാണാം. ദാറ്റ് മീൻസ് അത് കൂടുതൽ ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണ്. സോ നമ്മളൊരു മെസ്സേജ് ബോൾഡിലാണോ ഇടുന്നത്, ഇറ്റാലിക്സിലാണോ, അല്ലെങ്കിൽ ഫുൾ ക്യാപ്സിലാണോ എന്നുള്ളത്, അല്ലെങ്കിൽ കുറെ റെഡ് ഇമോജി, മറ്റേ റെഡ് വാർണിംഗ് സൈൻ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനുള്ള മെസ്സേജ് ആണ്. അത്തരത്തിലും ഉള്ളത് നമ്മളൊരു ഡിജിറ്റൽ ലാംഗ്വേജ് ആണ്. നെക്സ്റ്റ് ഇസ് റെസ്പോൺസ് ടൈം. നമ്മൾ ഒരു മെസ്സേജിന് എത്ര വേഗം റെസ്പോണ്ട് ചെയ്യുന്നു എന്നത് ആ ഒരു ആളോടോ അല്ലെങ്കിൽ ആ ഒരു മാറ്ററിലോ നമ്മൾക്കുള്ള ഇൻട്രസ്റ്റിനെ കാണിക്കുന്നു. ഓക്കെ, യൂസ് ഓഫ് എംഫസിസ്. നമ്മൾ ദാറ്റ് ഇസ് സെയിം ആസ് നമ്മളൊരു കാര്യം എത്രമാത്രം എംഫസൈസ് ചെയ്ത് പറയുന്നു, ഒരു ടോപ്പിക്കിന് എത്രമാത്രം നമ്മൾ എടുത്തു കാണിക്കുന്നു എന്നതോ ആ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കുന്നു. ദെൻ ഫ്രീക്വൻസി ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ സ്ഥിരമായി സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്, വല്ലപ്പോഴും സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്. അത് അവരുടെ ഒരു ഫ്രീക്വൻസി. ചിലർ സ്റ്റാറ്റസ് ഇടുന്നത് ഡെയിലി ന്യൂസുകളാവാം, മേ ബി ഡെയിലി എന്തെങ്കിലും മോട്ടിവേഷണൽ കോട്ട്സ് ആവാം, അല്ലെങ്കിൽ വാർ അപ്ഡേറ്റ്സ് ആവാം. ഓക്കെ, അവർ എത്രമാത്രം കമ്മ്യൂണിക്കേഷനിൽ ഫ്രീക്വന്റ് ആണ് എന്നത് അവരുടെ അവൈലബിലിറ്റിനെയും അവരുടെ ഇൻട്രസ്റ്റിനെയും കാണിക്കും. ദെൻ ഓൺലൈൻ പ്രസൻസ്. നമ്മൾ എത്ര നേരം ഓൺലൈൻ സ്പെൻഡ് ചെയ്യുന്നു എന്നത് നമ്മുടെ ഓൺലൈൻ പ്രസൻസിനെ കാണിക്കുന്നു. ഡിജിറ്റൽ എറ്റിക്വറ്റ്. ഡിജിറ്റൽ എറ്റിക്വറ്റ് എന്നത് നമ്മൾ ഓൺലൈൻ നമ്മൾ സംസാരിക്കുമ്പോൾ കീപ്പ് ചെയ്യേണ്ട മാനേഴ്സ് ഇല്ലേ, അതുപോലെ നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഫോളോ ചെയ്യേണ്ട മാനേഴ്സ് ആണ് ഡിജിറ്റൽ എറ്റിക്വറ്റ്. ഇതിനെ തന്നെ നമ്മൾ നെറ്റിക്വറ്റ് എന്നും പറയും. ഓക്കെ, നെറ്റിക്വറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ഒരു ഡിജിറ്റൽ ബോഡി ലാംഗ്വേജ് എന്ന് നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ, കാരണം എന്താണ്, നമ്മുടെ നോർമൽ ബോഡി ലാംഗ്വേജ് ഡിജിറ്റൽ സ്പേസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ ഐ കോണ്ടാക്ട്, നമ്മുടെ ഗെസ്റ്റേഴ്സ്, പോസ്ചർ, ഇതൊന്നും നമ്മൾ ഒരാൾക്ക് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് കാണാൻ പറ്റുന്നില്ല. സോ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ബോഡി ലാംഗ്വേജ് ആണ് ഇമോജീസ്, ജിഫ്സ്, ക്യാപ്സിൽ അയക്കുക, ബോൾഡ് ആക്കി അയക്കുക, നമ്മൾ വേഗം റിപ്ലൈ ചെയ്യുക, മെസ്സേജ് സീൻ ആക്കിയിട്ട് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുന്നത് ആൾ അവോയ്ഡ് ചെയ്യലാണ്. അവരുടെ എറ്റിക്വറ്റ് കീപ്പ് ചെയ്യുക, നമ്മുടെ റെസ്പെക്ട് കാണിക്കുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ എറ്റിക്വറ്റ് എന്ന് പറയുക. അതായത് ഒരാളോട് എങ്ങനെ നമ്മൾ സംസാരിക്കുന്നു. ഒരു ഫോർമൽ മെസ്സേജ്, നമ്മളൊരു ഇന്റർവ്യൂവിന് ഒരാൾ ഒരു ഇന്റർവ്യൂ കോൾ വരികയാണ്, വാട്സപ്പിലാണ് മെസ്സേജ് വന്നത്, നമ്മൾ അതിനൊരു തംസ് അപ്പ് ആണോ കൊടുക്കുക? നോ, ദാറ്റ് ഇസ് നോട്ട് ദ എറ്റിക്വറ്റ്. മറിച്ച് എന്താണ്, താങ്ക് യു ദിസ് ആൻഡ് ദിസ് എന്നുള്ളൊരു മെസ്സേജ് ആണ് വരുന്നത്. താങ്ക് യു, ഐ ആം ഹാപ്പി ടു റിസീവ് ദ ഇന്റർവ്യൂ എന്നൊരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ അതാണ് നമ്മൾ കീപ്പ് അപ്പ് ചെയ്യുന്ന എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഈ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ലാംഗ്വേജിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഡിജിറ്റൽ മീഡിയ ഹാസ് ബിക്കം സോ ക്രൂഷ്യൽ ടു അവർ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് എ ന്യൂ ടൈപ്പ് ഓഫ് ലാംഗ്വേജ്. ഡിജിറ്റൽ മീഡിയ നമുക്കൊരു പുതിയ ലാംഗ്വേജ് തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെ കുറച്ച് വേർഡ്സ് ആണ് എന്ത്, സെൽഫി, ട്വീറ്റ്, ബ്ലോഗ്, സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഇടുക, പോസ്റ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹാഷ്ടാഗ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ ചാറ്റ് ബോക്സ്. സോ ഇത്തരത്തിലുള്ള വേർഡ്സ് ഒന്നും ഈ ഒരു ഡിജിറ്റൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ വരുന്നതിനേക്കാൾ മുമ്പ് ഉണ്ടായിരുന്നില്ല. സോ ഡിജിറ്റൽ മീഡിയ ഹാസ് ബിക്കം സോ ക്രൂഷ്യൽ. അതായത് ഡിജിറ്റൽ മീഡിയ വളരെ അത്രമാത്രം നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് നമ്മളുടെ ഉള്ളിലൊക്കെ ഒരു പുതിയ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് വരെ അത് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ആൾക്കാർ മുമ്പ് കളിയാക്കുന്ന എന്തായിരുന്നു, ഞാൻ അവരോട് പറയും ഇവരോട് പറയും എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ എന്തായിരുന്നു, ഞാൻ സ്റ്റാറ്റസ് ഇടും, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ്. യെസ്, മെൻഷൻ ചെയ്യുക, സ്റ്റോറിയിൽ എന്നെ ടാഗ് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ഇതൊക്കെ ഇന്ന് നമ്മളുടെ ഒരു കോമൺ ലാംഗ്വേജിലെ വേർഡ്സ് ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലെ. ഇതൊക്കെ എന്താണ്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വന്നതിന്റെ ഇമ്പാക്റ്റ് ആണ്. നമ്മൾ ഓൺലൈൻ ആണ് ഇത്തരത്തിലുള്ള പുതിയ വേർഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജസ്റ്റ് കുറച്ച് കോമൺ അബ്രിവിയേഷൻസ് ആണ് നമ്മളിപ്പോ ചാറ്റ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കോമൺ അബ്രിവിയേഷൻസ്. ഒരു ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിനെ നമ്മൾ ഷോർട്ട് ആക്കുന്നതിനെയാണ് അബ്രിവിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അബ്രിവിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എഫ് ബിയിൽ ഇടുക. അപ്പൊ നിങ്ങളിത് കുറച്ച് ശ്രദ്ധിക്കുക, അറിയാത്തവർ ശ്രദ്ധിച്ചു വെക്കുക. കാരണം ഇന്ന് എന്താണ്, ചില ഫോർമൽ മെസ്സേജിൽ വരെ നമുക്ക് കാണാൻ കഴിയും IG, പ്ലീസ് കോൺടാക്ട് മീ ഇൻ FB, അല്ലെങ്കിൽ പ്ലീസ് ഫോളോ അപ്പ് ഇൻ IG എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എന്നാൽ ഫേസ്ബുക്ക് ആണ്, IG ഇസ് ഇൻസ്റ്റഗ്രാം. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അബ്രിവിയേഷൻസ് നിങ്ങൾക്ക് അറിയുന്നതൊന്ന് ചാറ്റ് ബോക്സിൽ ഇടണേ, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ അതേഴ്സ്. ബാക്കിയുള്ളവർക്കും കൂടെ അതിന്. യെസ്, ASAP,
വെരി കോമൺലി യൂസ്ഡ് ആണ്. നമുക്കിപ്പോ ഹയറിംഗ് പോസ്റ്റേഴ്സിൽ, ജോബ് പോസ്റ്റേഴ്സിൽ വരെ കാണാം കോൺടാക്ട് ASAP. ASAP എന്നാൽ ആസ് സൂൺ ആസ് പോസിബിൾ, കഴിയുന്നതിൽ ഏറ്റവും വേഗം എന്നതാണ് ASAP എന്നത്. വെരി ഗുഡ്. DM ആൻഡ് PM എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് മെസ്സേജ് ഓർ പ്രൈവറ്റ് മെസ്സേജ്, അതായത് പേഴ്സണലി മെസ്സേജ് അയക്കുക എന്നതാണ് ഇതിന്റെ രണ്ടിന്റെയും ഉദ്ദേശം. ഓക്കെ, ഡയറക്റ്റ് മെസ്സേജ് അയക്കുക, പ്രൈവറ്റ് മെസ്സേജ്, രണ്ടിന്റെ ഉദ്ദേശം ഇൻബോക്സിൽ പേഴ്സണൽ ആയിട്ട് ചാറ്റ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു മെസ്സേജ് തിരിച്ചു വരാം എന്നുള്ളതാണ് ബി റൈറ്റ് ബാക്ക്. ബൈ ദ വേ, ഹൗ ആർ യു എന്നൊക്കെ നമ്മൾ ചോദിക്കും. BTW ഇസ് ബൈ ദ വേ. DYK is did you know ആണ്, എല്ലാവർക്കും അറിയും, ഹാപ്പി ബർത്ത്ഡേ. Then IDC is I don't care, എനിക്ക് I don't care about, ഞാനത് ശ്രദ്ധിക്കുന്നില്ല, I don't care. IDK is I don't know. Okay, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള അബ്രിവിയേഷൻസ്. Then yes, POV is point of view. നമ്മൾക്ക് ഒരു കാര്യത്തെ കുറിച്ചുള്ള വാട്ട് ഇസ് യുവർ POV, അല്ലെങ്കിൽ ഇപ്പൊ വീഡിയോസിന്റെ ഒക്കെ ക്യാപ്ഷൻസ് നമുക്ക് POV കാണാം. Talk to you later is TTYL. Okay, GM is good morning. LOL, laugh out loud. Okay, just common abbreviations നമ്മൾ ഫേസ് ചെയ്യുന്ന അബ്രിവിയേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി ചെറിയ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യാം നമുക്ക്. ദാറ്റ് ഇസ്, നമ്മൾ ഇന്ന് പഠിച്ച അഡ്വാൻസ്ഡ് റൈറ്റിംഗ് സ്ട്രക്ചേഴ്സ്. നമ്മൾ എന്താണ്, മൈ നെയിം ഇസ് ഹംന, ഐ ആം സ്റ്റഡിങ്, ആ ഒരു ബേസിക് സെന്റൻസിൽ നിന്ന് നമ്മളിപ്പോ എന്താണ് കോംപ്ലെക്സ് സെന്റൻസുകളും മിക്സ്ഡ് കണ്ടീഷൻ സെന്റൻസുകളൊക്കെ പഠിച്ചു, കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് സ്ട്രക്ചേഴ്സ് പഠിച്ചു അല്ലെ. സോ നിങ്ങൾ ഒരു ക്രിയേറ്റീവ് പീസ് എനിക്ക് എഴുതി അയക്കുക. ദാറ്റ് ഇസ് സിംഗിൾ സെന്റൻസ് അല്ല, ഒരു സ്റ്റോറി വേണമെന്നില്ല, ഒരു 3 ലൈൻ അല്ലെങ്കിൽ ഒരു 4 ലൈനിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയുകയോ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കുകയോ, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫ്, അത് എന്തിനെങ്കിലും കുറിച്ചാവാം. നിങ്ങളുടെ വീടിനെ കുറിച്ചാവാം, നിങ്ങളുടെ മൊബൈൽ ഫോണിനെ കുറിച്ചാവാം, നിങ്ങളുടെ കോളേജിനെ കുറിച്ചാവാം, നിങ്ങളുടെ എന്തിനെ കുറിച്ചും ആവാം. ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫ്, ഒരു 3 to 5 സെന്റൻസ് എനിക്ക് വേണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്വാൻസ്ഡ് സ്ട്രക്ചേഴ്സും ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വിവരിക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വി ലൈക്ക് ടു മീറ്റ് അവർ ഫ്രണ്ട്സ് എന്ന് പറയുന്നതും ഒരു അർത്ഥമുള്ള സെന്റൻസ് ആണ്. വി ലൈക്ക് ടു വിസിറ്റ് ഓൾഡ് ഫ്രണ്ട്സ് നൗ ആൻഡ് ദെൻ എന്ന് പറയുന്നതും ഒരു അർത്ഥമുള്ള സെന്റൻസ് ആണ്. വി ലൈക്ക് ടു മീറ്റ് ഫ്രണ്ട്സ്, ഏത് ഫ്രണ്ട്സ്, എപ്പോഴത്തെ ഫ്രണ്ട്സ് എന്നൊന്നുമില്ല. പക്ഷെ സെക്കൻഡ് സെന്റൻസിലേക്ക് വരുമ്പോൾ എന്താണ്, ഓൾഡ് ഫ്രണ്ട്സ്, പഴയ ഫ്രണ്ട്സിനെ സ്റ്റാൻസ് കിട്ടുമ്പോൾ നൗ ആൻഡ് ദെൻ, അതായത് അല്ലെങ്കിൽ പലപ്പോഴും ചാൻസ് കിട്ടുമ്പോ ഒക്കെ എന്നുള്ളതാണ്. നവാൻക്ക് വരുമ്പോൾ അത് കൂടുതൽ ക്രിയേറ്റീവ് ആയില്ലേ, കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയില്ലേ. സോ ഇത്തരത്തിലുള്ള കുറച്ചും കൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയ ലാംഗ്വേജിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്യാരക്ടർ സ്കെച്ച്, ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ബാറ്റ്മാൻ, സൂപ്പർമാൻ, അതുപോലെ നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു മാൻ ഉണ്ടാക്കുക, ബോബ് ആൻഡ് മോളി, എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയിട്ട് ആ ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ട്രിപ്പിനെ കുറിച്ചോ ഇൻസിഡന്റിനെ കുറിച്ചോ എന്തുമാവാം, ബട്ട് make it descriptive and advanced structures use ചെയ്യുക. അവർ നമ്മൾ ബേസിക് മൈ നെയിം ഇസ് ഹംന, ഐ ആം സ്റ്റഡിങ് ദിസ്, ഐ ആം കമ്മിങ് ഫ്രം തൃശ്ശൂർ, ആ ഒരു ബേസിക് ലെവലിൽ നിന്ന് വിട്ട് കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു 3 to 5 സെന്റൻസിലുള്ള ക്രിയേറ്റീവ് പീസുകൾ ആയിരിക്കും. ഡാൻസിങ് ഇസ് ആൻ ആർട്ട്. ഇറ്റ് വാസ് മൈ ചൈൽഡ്ഹുഡ് ഡ്രീം ടു ബി എ ഡാൻസർ. We mainly dance while expressing happiness. There are a lot of dance forms. Okay, very good. That was a very good try. Good one. Okay, the grammatically mistakes ഒന്നും ഇല്ല. Okay, it can be more creative. കുറച്ചും കൂടി improve ചെയ്യാം, but as of now it's a very good sentence. Very good, Grishma. Mistakes ഒന്നും ഇല്ല. That itself is a very good thing. A good big clap for you. ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് പീസ് എഴുതി അയക്കാൻ കഴിയാത്തവര് മറ്റുള്ളവർ അയക്കുന്നത് കൃത്യമായി വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, if I had a time travel watch, I would go back to I would go back to 7 years and I'm stuck on my college and I will relive my college life എന്ന് പറയാം. Okay, if I had a time travel watch, I would go back to 7 years and relive my college life എന്ന് പറയാം. Okay, relive, and I'm stuck on my college എന്നല്ല, I will relive എന്ന് പറയാം. Okay, writing has always been an essential element of human life. Through writing, one can change themselves and can influence new ideas. Very good, Altaf. That's a very good sentence. Re-alive allada.
RELIVE, relive, വീണ്ടും ജീവിക്കുക, relive. ആ A വേണ്ട, RELIVE. Okay, Shahna? And relive my college life. Yes, relive. റിലീവും റിലീവും മാറരുത്. റിലീവിന് IEVE കൂടി ഉണ്ട്. ഓക്കെ, റിലീവ്, നമ്മൾ എന്തെങ്കിലും ആശ്വാസം കിട്ടുക എന്നുള്ളതാണ് റിലീവ് ആവുക. റിലീവിന്റെ സ്പെല്ലിംഗ് ഇതാണ്. I started dancing when I was 5 years old, and when I got older, my parents enrolled me in dance classes to pursue this passion. I cannot go a day without dance forms, but discovered that I am most comfortable in Indian classical dance. I tried many dance forms, but discovered alla and discover. Okay, but alla and ആണ് ട്ടോ. I tried many dance forms and എന്താണ് പക്ഷേ എന്നുള്ളതാണ്. ഞാൻ കുറെ ഡാൻസ് ഫോംസ് ട്രൈ ചെയ്തു. Today I went to my class meeting, but on my way back I got stuck in the traffic. I would have left earlier, I would have reached back on time for EEP, but I was 10 minutes late to join. Very good, Swapna Jason. That's a very good creative piece. My house is nearest to a Devi temple. Every morning we hear devotional songs from the temple, and I love to hear it. My house is nearest എന്ന് പറയില്ല കേട്ടോ. My house is near to a my house is near to a Devi temple എന്നാണ് പറയുക. And temple spelling TEMPLE ആണ്, V അല്ല. ടെമ്പിൾ എന്നാണ്. അത് B സൗണ്ട് ആയിട്ട് തോന്നുന്നത് നമുക്ക് Pയുടെ മുമ്പ് M വന്നത് കൊണ്ടാണ്. ഇറ്റ്സ് ടെമ്പിൾ, ടെമ്പിൾ ആണ്. Every morning we hear devotional songs from the temple. അപ്പൊ ഓൾറെഡി നമ്മൾ ടെമ്പിളിന്റെ അടുത്താണെന്ന് പറഞ്ഞു. പിന്നെ എവറി മോർണിംഗ് വി ഹിയർ ഡിവോഷണൽ സോങ്സ് മതി. പിന്നെ വീണ്ടും ഫ്രം ടെമ്പിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം അത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. സോ അവിടെ റിപ്പിറ്റേഷൻ ഒഴിവാക്കാം. Every morning we hear devotional songs and I love to hear it. Okay, അവിടെ ഒരു ആൻഡ് വേണം. ഓക്കെ അശ്വിനി, ഒന്ന് കറക്ഷൻസ് വരുത്തിയിട്ട് അയക്കണേ. യൂസ് can't, instead, or cannot. അഫ്ല ചോദിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് ക്ലിയർ. Music is a stressless capsule. It can cure any disease. Music is divine for me. Is divine for me. Is a divine in the music is divine for me. I used to listen to music when I am upset. Okay, so almost എല്ലാവരുടെ nice. You all have got idea. നിങ്ങൾ എല്ലാവരുടെയും sentence creation. Okay, in the next how English language has evolved with communication. നമ്മുടെ ഒരു നോർമൽ കാരണം നമ്മളുടെ സംസാരങ്ങളിൽ എന്തെങ്കിലും എക്സ്പീരിയൻസുകളാവാം, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് മനസ്സിലാവാത്തതാവാം. ഓക്കെ ഫൈൻ. സോ ഇപ്പൊ നിങ്ങൾ പറയേണ്ടത് ഇതാണ്. ഹൗ ഹാവ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഈ ഒരു ഡിജിറ്റൽ സ്പേസിലുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം നമ്മളുടെ ഒരു നോർമൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ എഫക്ട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ വെച്ചിരിക്കുന്നത്, എന്തൊക്കെ ന്യൂ സെന്റൻസസ്, ന്യൂ ടൈപ്പ് ഓഫ് സെന്റൻസസ്, ന്യൂ ടൈപ്സ് ഓഫ് അബ്രിവിയേഷൻ, എന്തൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു. നിങ്ങളുടെ ഒബ്സർവേഷൻസ് ആവാം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആവാം. പ്ലീസ് ഡു പ്രസന്റ്. എന്തൊക്കെ ഡിഫറൻസുകളാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാം. ഏതെങ്കിലും സമയത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവാണ്ടിരിക്കുകയോ
Okay, and I'm very much happy with your creative pieces. Okay. So I didn't learn music. I like it more than anything in the world. Due to the stage fear, I can't perform well on the stage. I'm practicing some tips now these days, which I found from the social media. Very good, Ramesh. Very good framing. Good one. Okay, then coming to our last നമ്മൾ ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് വരാം. That is the evolution of language in the digital era. First one is proper framing of sentences have reduced drastically. Very good. Yes, Aisha. അല്ല ഐഷ അല്ലല്ലോ, ഇറ്റ്സ് ആയത്ത ഷഫി. ഓക്കെ, വെരി ഗുഡ്. ശരിയല്ലേ? ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ ചാറ്റ് ബോക്സിൽ എനിക്ക് അധികം കിട്ടുന്നത് 1 word അല്ലെങ്കിൽ 2 word റിപ്ലൈസ് ആണ്. പ്രോപ്പർ സെന്റൻസ്. വെരി ഗുഡ്. ദാറ്റ്സ് എ വെരി, അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഫോർമൽ ഇപ്പൊ എക്സാം ഒക്കെ എഴുതാൻ ഇരിക്കുമ്പോഴും നമുക്ക് ആ ഒരു ടെൻഡൻസി വരും. കാരണം നമ്മൾ അധികവും ടെക്സ്റ്റ് ചെയ്യാണ്, ചാറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ പ്രോപ്പർ സെന്റൻസ് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുമ്പോഴും ആ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. വെരി ഗുഡ്. യൂസ് ലോട്ട്സ് ഓഫ് ഷോർട്ട് ഫോംസ് ഇൻ സോഷ്യൽ മീഡിയ. യെസ്, അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ BRB, DM ചെയ്യും, PM ചെയ്യും, അതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറില്ലേ, മെന്റേഴ്സിനൊന്ന് DM ചെയ്യൂ, മെന്റേഴ്സിനൊന്ന് പ്രൈവറ്റ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. ദാറ്റ് ഇസ് PM, DM എന്നതൊക്കെ ഇപ്പോ നമ്മുടെ കോമൺ ലാംഗ്വേജിലേക്ക് എത്തി. വെരി ഗുഡ്. Then digital communication is the use of online tools like email, social media, messaging and texting to reach other individuals or a specific audience in order to share a message. Okay, the digital communication എന്താണ് എന്നാണ് നമ്മളുടെ ഇവിടുത്തെ ഡിസ്കഷൻ. അതല്ല, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ നോർമൽ ഒരു ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്ററാക്ഷൻ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ്. എവറിത്തിങ് ഹാസ് ടു സൈഡ്. ഇവിടെയും ഈ ഒരു ലാംഗ്വേജിനും ഇടയ്ക്കൊക്കെ നമ്മൾ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം എന്താണ്, നേരെ തിരിച്ചും ആണ്. ഇറ്റ് മേക്സ് സിമ്പിൾ ടു ഷെയർ ഐഡിയാസ് ഗ്ലോബലി. യെസ്, വെരി ഗുഡ്. കുറെ വേർഡ്സ് കോമൺ ആയി, കുറെ ഐഡിയാസ് കോമൺ ആയി. സോ ഒരു ഗ്ലോബൽ ഷെയറിംഗ് ഓഫ് ഐഡിയ എന്നത് കൂടുതൽ പോസിബിൾ ആയി. വെരി ഗുഡ്. It becomes easier to communicate, but spelling mistakes can happen. Okay. With autocorrect and predictive text, we sometimes find hilarious or embarrassing errors in our messages. There is the ongoing debate about whether digital communication. ഇത് ഞാൻ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് നോക്കുക. വളരെ നല്ല ഫ്രെയിമിംഗ് ആണ്. ഓൾസോ കൺവേ ചെയ്തേക്കുന്ന കാര്യം വളരെ ക്രിസ്പ് ആൻഡ് സ്പെസിഫിക് ആണ്. നമ്മൾക്ക് ഇന്ന് നമ്മുടെ കീബോർഡ്സിൽ ഓട്ടോ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ ലേസി ആക്കുന്നുണ്ട്. നമ്മൾക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്നതായിട്ടില്ല, നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഓട്ടോ കറക്റ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ആയിട്ട് സെൻഡ് ചെയ്ത് പോവുകയും അപ്പോഴേക്കും അത് അയച്ച ഒരു മെസ്സേജ് കാണുകയും എന്താണ് പിന്നീട് അത് ക്ലിയർ ചെയ്യാൻ ഒരു എംബാരസിംഗ് ആയിരിക്കും. അയ്യോ, ഇങ്ങനെ ആയി പോയോ അത് പോയത്. ഓക്കെ, സി ഓട്ടോ കറക്ഷൻ പ്രഡിക്റ്റീവ് ടെസ്റ്റുകളിലേക്ക് ഒരു പ്രശ്നം ഉണ്ട്. ഓക്കെ, digital communications make more confusions. As I said, it makes easier from another side as മറ്റൊരു സൈഡിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. Language is just, our knowledge improvement is very easy between our brains and digital power. Language is just a medium of communication, but the digital language is entirely different from the formal one as it is being used in short forms and the mix of native and national language like Manglish. നമ്മള് ഡിജിറ്റൽ സ്പേസുകളിൽ മംഗ്ലീഷ് യൂസ് ചെയ്യുകയും നമ്മൾ സംസാരിക്കുമ്പോൾ അത് നമ്മളെ ടെക്സ്റ്റിംഗിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളെ വർത്തമാനത്തിലേക്ക് വന്ന സംഭവമാണ്. ഓക്കെ, സോ ദാറ്റ് വാസ് എ പ്രെറ്റി ഗുഡ് ഡിസ്കഷൻ. കുറെ ഇൻഫർമേഷൻസ് എല്ലാവരും തമ്മിൽ പാസ് ചെയ്തു. എനി ഡൗട്ട്? നമ്മളിന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാണ്, കാരണം ഇടയിൽ നെറ്റ്വർക്ക് ഏരിയക്ക് കിട്ടുന്നില്ല. ഓൾസോ ഞാനിപ്പോ ഫോണിൽ ടെതർ ചെയ്യാണ്. ബോത്ത് രണ്ടിനും എന്തോ ഹലോ. ഈ വീക്കിലുള്ള ഡൗട്ട്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കൂ. നമുക്കത് നെക്സ്റ്റ് വീക്ക് ക്ലിയർ ചെയ്യാം. കാരണം ഇന്നിപ്പോ ഇങ്ങനെ എന്റെ നെറ്റ്വർക്കിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഐ റിയലി ഡു അപ്പോളജൈസ്. ഓക്കെ, ഐ ഡോണ്ട് നോ എന്താണ് എറർ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. സോ നെക്സ്റ്റ് വീക്ക് ഈ വീക്കിലെ ഡൗട്ട്സും കൂടെ നെക്സ്റ്റ് വീക്ക് ക്ലിയർ ചെയ്യാം. സോ ഈ വീക്കിലെ ഡൗട്ട്സ് നിങ്ങൾക്കുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ വിൽ വൈൻഡ് അപ്പ് ഫോർ ടുഡേ. ഡൗട്ട് ക്ലിയറൻസ് നമുക്ക് നെക്സ്റ്റ് വീക്കിലാക്കിയിട്ട് ഇന്നിപ്പോ നമുക്ക് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ആൻഡ് നെക്സ്റ്റ് വീക്കിന്റെ ഒരു പ്രിവ്യൂ എന്ന് പറയുന്നത് ഡെയിലി ഇംഗ്ലീഷ് ഇന്റഗ്രേഷൻ ടെക്നിക്സ്, റിഫ്ലെക്റ്റീവ് പ്രാക്ടീസസ് ഫോർ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ്,
and the interactive activity will be a role playing, everyday situations. So with that, we are winding up for today. Thank you all next week.